ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ഫേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം നമുക്ക് എങ്ങനെ കറങ്ങാം എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു നേപ്പാൾ നമ്മൾ കറങ്ങുന്ന ഡീറ്റെയിൽസ് പറയുന്ന കാര്യം വെച്ചാൽ, ഞാൻ നോർത്ത് ഈസ്റ്റ് യാത്ര പോയ ടൈമിൽ ഞാൻ നേപ്പാളോട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നേപ്പാൾ പോയതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും അതുതന്നെ ഇൻസ്റ്റയിൽ റീലൊക്കെ ഇട്ടപ്പോഴത്തേക്ക് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നമുക്ക് എങ്ങനെ പോവാം, അതുതന്നെ പലരുടെ ഒരു ചോദ്യം, നമുക്ക് വിസ വേണോ, അതുതന്നെ നമുക്ക് അവിടെ എങ്ങനെയൊക്കെ നമുക്ക് എത്തിപ്പെടാം എന്ന ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നമ്മൾ വീഡിയോസ് നമ്മൾ ഒരു 3-4 പാർട്ടായിട്ടായി നമ്മൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് എപ്പിസോഡാണ് ഈ ഒരു എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ, നമുക്ക് നേപ്പാളിലൊക്കെ നമുക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നുള്ള ഡീറ്റെയിൽസ് വരെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് അതിന് നോർത്ത് ഈസ്റ്റിൻ്റെ എങ്ങനെയൊക്കെ നമുക്ക് നോർത്ത് ഈസ്റ്റ് യാത്ര നമുക്ക് പ്ലാൻ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് യാത്ര പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു നേപ്പാളിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു നേപ്പാൾ നമുക്ക് 2 രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്ന് നമുക്ക് അപ്പർ പോർഷൻ, പിന്നെ ലോവർ പോർഷൻ. ഈ ഒരു അപ്പർ പോർഷനിലാണ് നമുക്ക് ഈ ഒരു എവറസ്റ്റ് ബേസ് ക്യാമ്പ്, അതൊരു ഓരോ ട്രക്കിംഗ് ഒക്കെ വരുന്നത് വെച്ചാൽ ഈ ഒരു അപ്പർ പോർഷനിലാണ് വരുന്നത്. ഈ ചൈന ബോർഡറൊക്കെ വരുന്നതൊക്കെ ഈ ഒരു അപ്പർ പോർഷനിലാണ് വരുന്നത്. ഇനി ലോവർ പോർഷനിൽ നമുക്ക് കൂടുതൽ നമുക്ക് യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നതൊക്കെ ഈ ഒരു ലോവർ പോർഷനിലാണത്. ലുംബിനി, അതായത് ബുദ്ധൻ്റെ ജന്മസ്ഥലമാണ് ലുംബിനി, പിന്നെ പൊക്കാറ, കാഠ്മണ്ഡു, ഇതൊക്കെ വരുന്നത് വെച്ചാൽ ഈ ഒരു കാഠ്മണ്ഡു വെച്ചാൽ നേപ്പാൾ തലസ്ഥാനമാണ് കാഠ്മണ്ഡു. ഈ ഒരു സ്ഥലങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ ഈ ഒരു ലോവർ പോർഷനിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതലും യാത്ര ചെയ്യാൻ പറ്റുന്ന ടൈം ഇതാണ്. ഇനിയൊരു നേപ്പാളിൽ നമുക്ക് പോകാൻ ഒരു ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ, ഒന്ന് മെയ് മുതൽ ഫെബ്രുവരി ഉള്ള ഈ ഒരു ടൈം നമുക്ക് ബെസ്റ്റ് ടൈം. ഈ ഒരു ടൈമിൽ നമുക്ക് പറ്റിയൊരു കാലാവസ്ഥയാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി അവസാനം വരെയൊക്കെ വിൻ്റർ ടൈം ആയിരിക്കും. അത്യാവശ്യം നല്ല തണുപ്പുള്ള ടൈമൊക്കെ ആയിരിക്കും ഈ നേപ്പാളിൽ. ഇനി നമ്മൾ പറയാൻ വേണ്ടി വെച്ചാൽ, ഈ ഒരു നേപ്പാളിലേക്ക് നമുക്കിനി കേരളത്തിൽ നമുക്കിനി എത്തിപ്പെടാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ഹൗ ടു റീച്ച് ടു കേരള ടു നേപ്പാൾ. നമുക്ക് 3 രീതിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഒന്ന്, നമുക്ക് ബൈ ട്രെയിനിന് പോവാം. 2, നമുക്ക് ബൈ ഫ്ലൈറ്റ് ത്രൂ പോവാം. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം വെഹിക്കിളിൽ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യാത്ര, അതിന് ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഈ ഒരു നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം കവർ ചെയ്യാറുണ്ട്. അപ്പോൾ സ്വന്തം ബൈക്കിനൊക്കെ പോകുന്നവരൊക്കെ ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിയുന്നവരെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടിക്കൊക്കെ പോകാറുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ സ്വന്തം വണ്ടിക്ക് പോകുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഈ ഒരു ബൈ ട്രെയിനാണ് നമ്മൾ നേപ്പാളിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പോകേണ്ടതെന്ന് വെച്ചാൽ, കേരളത്തിൽ നിന്ന് ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ട്രെയിനിന് പോകേണ്ടത്. ഗോരഖ്പൂർ നേരെ സൊണേലിയത്തിലേക്ക് പോയിട്ട് സൊണേലിയം ബോർഡർ വഴിയാണ് നമുക്ക് ഈ ഒരു നേപ്പാളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇന്ത്യ നേപ്പാൾ വരുന്ന ബോർഡർ വെച്ചാൽ നമുക്ക് 8 സ്ഥലങ്ങളിലാണ് നമുക്ക് വരുന്നത്. അത് ഒന്ന് ഉത്തർപ്രദേശിൽ നമുക്ക് 2 വരുന്നുണ്ട്. ഒന്ന് റുപേദിയ എന്നുള്ള സ്ഥലത്ത് നേരെ നേപ്പാൾ ഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് സൊണേലിയിൽ നേരെ സിദ്ധാർത്ഥ്നഗർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് നമുക്ക് ബോർഡർ വരുന്നുണ്ട്. അതിൽ ഒരു ബോർഡറാണ് സൊണേലിയം എന്ന് പറഞ്ഞാൽ. നമുക്ക് കേരളത്തിൽ നിന്ന് കൂടുതലും പോകാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ വെച്ചാൽ, ഈ ഒരു കേരളത്തിൽ നേരെ ഗോരഖ്പൂർ നേരെ സൊണയിലേക്ക് നമുക്ക് ബസ്സിന് പോകാം. നമുക്ക് ടിക്കറ്റ് വെച്ചാൽ നമുക്ക് 160 രൂപ മുതൽ 200 രൂപ വരെയൊക്കെ നമുക്ക് ബസ്സിന് ഫീസ് ഇടുന്നത്. ഈ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഇനി പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ നമുക്ക് ഗോരഖ്പൂരിൽ നമുക്ക് എല്ലാ ആഴ്ചകളിലും നമുക്ക് ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ്. 12-522 രപ്തിസാഗർ എക്സ്പ്രസ് പറഞ്ഞ ട്രെയിനാണ്. ഈ ട്രെയിൻ നമുക്ക് പോയി നമുക്ക് ഗോരഖ്പൂരിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഈ രപ്തിസാഗർ എന്ന് പറഞ്ഞ ട്രെയിൻ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ദിവസവും അങ്ങനെ ചൊവ്വാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും ഫ്രൈഡേ, ഈ 4 ദിവസങ്ങളിലാണ് ഈ ഒരു ട്രെയിൻ ഓടുന്നത്. ഇനി നമ്മൾ ഗോരഖ്പൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോകണമെന്ന് നേരെ സൊണയിലേക്ക് നമുക്ക് പോകണം. ബസ്സിനാണ് പോകേണ്ടത്. ബസ് ടിക്കറ്റ് 160 രൂപ മുതൽ 200 രൂപ വരെ നമുക്ക് വരും. പിന്നെ കൂടാതെ നമുക്ക് ഒരുപാട് ഷെയറിംഗ് ടാക്സികൾ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നേരെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് സൊണയിലേയും പോയിട്ട് അവിടെ നേരെ ഈ ഒരു നേപ്പാൾ നമ്മൾ എൻ്റർ ചെയ്യുക. ഒരു ബൈ ഫ്ലൈറ്റാണ് നമ്മൾ ഇനി ഈ ഒരു നേപ്പാളിലേക്ക് പോകുന്നെങ്കിൽ നമുക്കിനി ഇവിടുന്ന് ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, അത് നമ്മുടെ കാഠ്മണ്ഡുവിലാണ് വരുന്നത്. പിന്നെ അത് കൂടെ തന്നെ പൊക്കാറ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, അത് പൊക്കാറയിലാണ് വരുന്നത്. ഗൗതം ബുദ്ധ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, ഈ ഒരു എയർപോർട്ട് വരുന്നത് ലുംബിനിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, കാഠ്മണ്ഡുവിലേക്ക് കാഠ്മണ്ഡു നേരെ പൊക്കാറ പോവുക, പൊക്കാറ നേരെ ലുംബിനി വരിക, ലുംബിനി നേരെ എന്ത് ചെയ്യുക വീണ്ടും സൊണയിൽ വന്നിട്ട് നേരെ, അല്ലെങ്കിൽ റെക്സൽ പോയിട്ട് റെക്സലിൽ നിങ്ങൾക്ക് ബീഹാർ ചെയ്തിട്ട് ബീഹാർ നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് അങ്ങനെയും പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു യാത്ര നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾക്ക് ലുംബിനി പോയിട്ട് ലുംബിനി നേരെ പൊക്കാറ നേരെ കാഠ്മണ്ഡു നേരെ നിങ്ങൾക്ക് പശുപടി നഗർ, അവിടെ നേരെ സിക്കിമിൽ ഡാർജിലിംഗ് കയറി അവിടെ നിങ്ങൾക്ക് നോർത്ത് സൈഡിലേക്കും അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ പോയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞങ്ങൾ ഡാർജിലിംഗിലേക്ക് ഇറങ്ങി അവിടെ നേരെ പശുപടി നഗർ, അതായത് ഇന്ത്യ നേപ്പാൾ ബോർഡറിന് പശുപടി നഗർ, അവിടെ നേരെ കാഠ്മണ്ഡു വന്നിട്ട് കാഠ്മണ്ഡു നേരെ പൊക്കാറ വന്ന് പൊക്കാറ നേരെ
പൊക്കാറെല്ലാം ഓരോ സ്ഥലങ്ങളെല്ലാം കാണുകയൊക്കെ ചെയ്തത്. കാഠ്മണ്ഡു ഞങ്ങൾ വലുതായിട്ട് ഞങ്ങൾ കറങ്ങാൻ വേണ്ടി നിന്നില്ല. വേറെ നല്ല ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇന്ത്യയിലെ പൈസ നേപ്പാളിലെ പൈസയും തീർന്ന് അങ്ങനെ പെട്ടിരിക്കുന്ന അവസ്ഥയെല്ലാം ഞങ്ങൾ വീണ്ടും പൊക്കാറയിലേക്ക് പോയത്. അങ്ങനെ ഒരു മലയാളി ഉണ്ടായിരുന്നു. ആ ഒരു മലയാളീൻ്റെ ഹെൽപ്പ് കൊണ്ട് നമ്മളങ്ങനെ ഈ ഒരു പൊക്കാറ പോയിട്ടും പിന്നെ നേപ്പാൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ പോയതല്ല. ഒട്ടുമിക്ക ആൾക്കാർക്കും ആ ഒരു ആളെ അറിയാം. നേപ്പാളിൽ ഒരു മലയാളിയാണ്, ബോബി നേപ്പാളി എന്നാണ് ആളെ അറിയപ്പെടുന്നത്. മൂപ്പറിൻ്റെ ഹെൽപ്പുള്ള കൂടെ നമ്മളവിടെ നേപ്പാൾ യാത്ര ചെയ്തതും. അപ്പോൾ ഇനി നേപ്പാളൊക്കെ പോയിട്ട് നിങ്ങൾ പെട്ടുപോയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ബോബി നേപ്പാൾ എന്ന ആളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആളുടെ നമ്പറിന് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആളായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾ കൂടുതൽ ഹെൽപ്പുകൾ ചെയ്യുന്നതായിരിക്കും. നേപ്പാളൊക്കെ പോയി മൂപ്പറിൻ്റെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും മൂപ്പർ റെഡിയാക്കി തരുന്നതുമാണ്. നേപ്പാളിലേക്ക് നിങ്ങൾ ഫ്ലൈറ്റ് ത്രൂ പോകുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു എയർപോർട്ട് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ പോവുക. പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമുക്ക് നേപ്പാളിലേക്ക് നമുക്ക് ഫ്ലൈറ്റ് ഇല്ല. നമുക്കൊന്നല്ലെങ്കിൽ മുംബൈ പോയിട്ട് മുംബൈ നമുക്ക് നേപ്പാളിലേക്ക് കാഠ്മണ്ഡുവിലേക്ക് അല്ലെങ്കിൽ പൊക്കാറ അല്ലെങ്കിൽ ഈ ലുംബിനി അങ്ങോട്ട് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഡൽഹി പോയിട്ട് ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ കൊൽക്കട്ട പോയിട്ട് കൊൽക്കട്ട അങ്ങനെയൊക്കെ നമുക്ക് ഫ്ലൈറ്റ് ഉള്ളൂ. ഫ്ലൈറ്റ് പോകുമ്പോഴത്തേക്ക് ഒരു മിനിമം ഒരാൾക്ക് വരുന്ന വെച്ചാൽ 15 മുകളിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജൊക്കെ വരുന്നത്. ഇനി നിങ്ങൾ സൈസ് സ്കാനറൊക്കെ വഴി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിലും കുറയാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ബഡ്ജറ്റായിട്ട് പോകുന്നെങ്കിൽ പ്ലാനെങ്കിൽ നേരെ കേരളത്തിൽ നേരെ ഗോരഖ്പൂർ പോയിട്ട് ട്രെയിൻ പോവുക. ഗോരഖ്പൂർ നേരെ സോണിയിൽ നേരെ റെക്സൽ ബോർഡറോ അല്ലെങ്കിൽ പശുപ്പട്ടി ബോർഡറോ വഴി നിങ്ങൾക്ക് ഈ ഒരു നേപ്പാളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ നേപ്പാളിൽ എത്തിക്കാൻ നമുക്ക് നേപ്പാളിൽ വരുന്നത് വെച്ചാൽ നമുക്ക് സിം വെച്ചാൽ NCL എന്ന് പറഞ്ഞ സിമ്മാണ്. അതുമാത്രം നമുക്ക് അവിടെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു സിമ്മ്. നമ്മൾ പോയപ്പോഴത്തേക്ക് ഈ ഒരു സിം എടുത്തത് 200 രൂപ നമുക്ക് സിം എടുക്കുക നമുക്ക് ക്യാഷ് എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓരോ കൗണ്ടറുകൾ ഉണ്ടാകുമ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് നേപ്പാൾ ബോർഡർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ സിമ്മിൻ്റെ ആയാലും അങ്ങനെ പൈസേൻ്റെ ഒക്കെ ആണെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് നോക്കി ശ്രദ്ധിച്ചൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യുക. ഇനി നേപ്പാൾ കറൻസിയും ഇന്ത്യൻ കറൻസിയും തമ്മിൽ വ്യത്യാസം നമ്മുടെ ഇന്ത്യയിലെ പൈസ അവിടുത്തെ 1.60 പൈസയാണ് നമ്മുടെ നേപ്പാൾ പൈസ വരുന്നത്. അപ്പോൾ ഒരു 7000 രൂപ നമ്മൾ കൊടുത്തതിൻ്റെ ഏകദേശം ഒരു 11,000 സംതിങ് രൂപ നമുക്ക് കിട്ടുന്നതൊക്കെയാണ്. നിങ്ങൾ നേപ്പാളിലേക്ക് പോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അതിനുള്ള പക്കൽ നിങ്ങളുടെ പൈസ ഉണ്ടായിരിക്കുക. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ATM കൗണ്ടറിൽ നമ്മുടെ കാർഡ് ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ കിട്ടണമെന്നുണ്ടാവില്ല പൈസ. അതൊക്കെ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളങ്ങനെ പോയിട്ടും വളരെയധികം ബുദ്ധിമുട്ടൊരു വിഷയമായിരുന്നു ഈ ഒരു പൈസേൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ മലയാളി ബോബി നേപ്പാളി എന്ന് പറഞ്ഞ ആളുടെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ മൂപ്പൻ്റെ സഹായം കൊണ്ട് നമ്മൾ പൈസ ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് റെഡിയാക്കിയതൊക്കെ. അപ്പോൾ പോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ക്യാഷ് ആയിട്ട് നമ്മൾ കുറച്ച് പൈസ കൂടുതൽ കൊണ്ടുവരും കുഴപ്പമില്ല. നിങ്ങൾക്ക് തിരിച്ചിങ്ങ് ഇറങ്ങുമ്പോഴത്തേക്ക് ബോർഡർ ഏരിയയിൽ കറൻസി എക്സ്ചേഞ്ച് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ കൊടുത്താലും നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് പൈസ കൂടി കൊണ്ടാലും പ്രശ്നം. നേപ്പാൾ എന്ന് പറഞ്ഞ രാജ്യം നമുക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ട്രാവൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് വിസേൻ്റെ ആവശ്യം നമുക്ക് നേപ്പാളിൽ നമുക്ക് വരുന്നില്ല. കൂടെ നമുക്ക് ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ID കാർഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ വോട്ടർ ID നമ്മൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനി പ്രൂഫ് ഉണ്ടെങ്കിൽ അത്ര ലൈസൻസ് അങ്ങനെ സംബന്ധമായുള്ള പ്രൂഫുകൾ ഉണ്ടാവുക. പാസ്പോർട്ടിൻ്റെ ആവശ്യം നമുക്ക് നേപ്പാളിൽ നമുക്ക് വരുന്നില്ല. നമുക്ക് പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് നേപ്പാൾ എന്ന് പറഞ്ഞ രാജ്യം നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ സ്വന്തം വെഹിക്കിളിലാണ് നമ്മൾ നേപ്പാളിലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് വേണ്ട സാധനം വെച്ചാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവുക, പിന്നെ RC ബുക്ക് ഉണ്ടാവുക, വണ്ടീൻ്റെ RC ബുക്ക് ഉണ്ടാവുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ബൈക്ക് ടാക്സി. നമുക്ക് നേപ്പാളിലൊക്കെ നമ്മുടെ വണ്ടി പോകുമെങ്കിൽ ബൈക്കിനാണെങ്കിൽ കാറിനൊക്കെ പോകുമെങ്കിൽ ബൈക്കിന് വെച്ചാൽ 150 രൂപയാണ് പെർ ഡേ നമുക്ക് വരുന്നത് ടാക്സി ആയിട്ട് വരുന്നത്. അതാണ് നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് പോകുമ്പോഴുള്ള ഒരു ചാർജ് വരുന്നത്. 150 രൂപ നമുക്ക് ഒരു ദിവസം വെച്ച് നമുക്ക് കൊടുക്കണം. മിനിമം 15 ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു ബൈക്കിന് പെർമിറ്റ് കാരണം നമുക്ക് കിട്ടുള്ളൂ. ഇത് കൂടെ നമുക്ക് ഇന്ത്യയെ നമുക്ക് നമ്മുടെ നേപ്പാളിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ പോകുന്നുണ്ട്. നമ്മുടെ ബീഹാറിൽ ജയനഗർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് നേപ്പാളിലെ കുർത്ത എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എല്ലാ ദിവസവും നമുക്ക് ട്രെയിനുകൾ നമുക്ക് അവൈലബിൾ ആണ്. 50 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വരുന്നത്. എല്ലാ ദിവസവും രാവിലെ 8:15 ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. 10 മണിയാകുമ്പോഴത്തേക്ക് ഈ ഒരു ട്രെയിന് കുർത്ത എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നു. അപ്പോൾ ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് ഈ ഒരു ഇന്ത്യ നേപ്പാൾ ട്രെയിനിൽ സഞ്ചരിക്കാൻ വേണ്ടി പ്ലാനൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് നോക്കിയാൽ കിട്ടില്ല. ഈ ഒരു ടിക്കറ്റ് നമുക്ക് കൗണ്ടർ ടിക്കറ്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നേപ്പാളിലൊക്കെ പോകുന്ന പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ വെച്ച് പോവുക. പിന്നെ ഈ ഒരു യാത്ര ട്രെയിനിൽ പോകുമ്പോൾ പ്ലാൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ID പ്രൂഫ് ഉണ്ടായിരിക്കണം. അല്ലാതെ നമുക്ക് ഈ ഒരു ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ നിങ്ങൾ ബൈ ഫ്ലൈറ്റ് പോകുന്നെങ്കിൽ, അത് നേപ്പാളിലേക്ക് പോകുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നല്ലെങ്കിൽ പാസ്പോർട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ വോട്ടർ ID ഉണ്ടാവുക. ഈ ആധാർ കാർഡ് കണ്ടിട്ട് നമുക്ക് നമ്മുടെ ബൈ ഫ്ലൈറ്റിൽ നമുക്ക് നേപ്പാളിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതുമല്ല. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇന്ത്യക്കാർക്ക് നമുക്ക് നേപ്പാളിലേക്ക് പോകാൻ പറ്റുന്ന കുറച്ച് ബോർഡേഴ്സ് ഏരിയകളുണ്ട്. നമുക്ക് 8 ബോർഡേഴ്സ് നമുക്ക് വരുന്നത്.
നമുക്ക് ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് റുപ്പേരിയിൽ നിന്ന് നേപ്പാൾ ഗഞ്ചിലേക്ക് വരുന്നുണ്ട്. പിന്നെ സോണിയിലേക്ക് നിന്ന് സിദ്ധാർത്ഥ് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. പിന്നെ വെച്ചാൽ ഉത്തരാഖണ്ഡിൽ വരുന്നത് വെച്ചാൽ ബനാബസ് എന്ന് പറയുന്നത് കാഞ്ചൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് ബോർഡർ ഏരിയ വരുന്നത്. പിന്നെ വെച്ചാൽ ബീഹാറിൽ നമുക്ക് 3 ബോർഡേഴ്സ് വന്നത്. ഒന്ന് റെക്സിൽ നിന്ന് ബീർഗഞ്ച് വരുന്നുണ്ട്. പിന്നെ ബിത്താമോറിൽ നിന്ന് ജലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നുണ്ട്. പിന്നെ ജോഗ്ബനിയിൽ നിന്ന് ബിത്താർ നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് ഇനി വരുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ വെസ്റ്റ് ബംഗാൾ നമുക്ക് കാക്കർബിറ്റ എന്ന സ്ഥലത്ത് നിന്ന് പാൻതാൻഗി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് ബോർഡർ വരുന്നത്. ഇനി സിക്കിം ഏരിയ എന്നാകുമ്പോഴത്തേക്ക് നമുക്ക് ഡാർജിലിംഗ് നേരെ പശുപതി നഗറിലേക്കാണ് നമുക്ക് ബോർഡർ ഏരിയ വരുന്നത്. ഞങ്ങൾ പോയ റൂട്ട് എന്ന് വെച്ചാൽ നേരെ സിക്കിം പോയിട്ട് സിക്കിം നേരെ ഡാർജിലിംഗ് വന്ന് ഡാർജിലിംഗ് നേരെ പശുപതി നഗർ വഴി നേരെ കാഠ്മണ്ഡു പോയിട്ട് കാഠ്മണ്ഡുവിൽ നിന്ന് നേരെ പൊക്കാറെല്ലാം പോയിട്ട് അവിടെ നേരെ റെക്സലിലേക്ക് വന്നിട്ട് റെക്സലിൽ ഞങ്ങൾ ബീഹാറിൽ നേരെ ഞങ്ങൾ ഇവിടെ ഗുവാഹത്തിയിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ മേഘാലയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോയത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര പോകുന്ന കൂടെ നിങ്ങൾ നേപ്പാൾ യാത്ര എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ സിക്കിം പോയിട്ട് നേരെ പശുപതി നേരെ കാഠ്മണ്ഡു അവിടെ നിന്ന് റെക്സലൊക്കെ വന്നിട്ട് അവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന രീതിയാണെങ്കിൽ ഇതല്ല, കേരളത്തിൽ നേരെ ഗോരഖ്പൂർ നേരെ സൊണയിലും അവിടെ നേരെ ലുംബിനി കയറിയിട്ട് പൊക്കാറ നേരെ കാഠ്മണ്ഡു അവിടെ നേരെ പശുപതി പോയിട്ട് അവിടെ നിങ്ങൾ ഡാർജിലിംഗ് പോയിട്ട് അവിടെ നിന്ന് സിക്കിമിലേക്ക് നിങ്ങൾക്ക് സിക്കിമിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് ന്യൂജൽപൂരി നിങ്ങൾക്ക് ഗുവാഹത്തിയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് മേഘാലയ ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനി വേറെ രീതിയും പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. സൊണയിൽ കേരളത്തിൽ നേരെ ഗോരഖ്പൂർ നേരെ കാഠ്മണ്ഡു നേരെ പൊക്കാറന്ന് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് ABC ട്രക്കിങ്ങും അതിന് EBC അതിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് പോകാം. അതെല്ലാം കഴിഞ്ഞിട്ട് ലുംബിനി ബുദ്ധൻ്റെ ജന്മസ്ഥലമായ ലുംബിനിയൊക്കെ പോയിട്ട് ലുംബിനുള്ള ഓരോ സ്ഥലങ്ങളെല്ലാം കറങ്ങിയിട്ട് നേരെ തിരിച്ച് നിങ്ങൾക്ക് റെക്സലോ അല്ലെങ്കിൽ സൊണയിലും വഴി നിങ്ങൾക്ക് പോരാവുന്നതുമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ഒരു എപ്പിസോഡിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു കാഠ്മണ്ഡുവിൽ കറങ്ങേണ്ട സ്ഥലങ്ങളും പിന്നെ പൊക്കാറയിൽ കറങ്ങേണ്ട സ്ഥലങ്ങളും ലുംബിനിയിൽ കറങ്ങേണ്ട സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് എന്നുള്ള ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തൊട്ടടുത്ത് ബെല്ലിലേക്ക് എനേബിൾ ചെയ്താൽ ഇതുപോലെ യാത്രകളുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നേപ്പാൾ വീഡിയോസായിട്ട് കാണാം. ഓക്കെ, ബൈ.